സത്യത്തെക്കാൾ അപ്രിയമായ മറ്റെന്തുണ്ട്? സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നിലപാട് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് അവർക്കെതിരെ എല്ലാ രംഗത്തു നിന്നും കടന്നു വരുന്നത്. എന്നാൽ ചില സി പി എം നേതാക്കൾ തന്നെ പറയുകയാണ് ഇത് പാർട്ടി നിലപാടാണ്. വിജയരാഘവൻ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം വർഗീയ ചേരിയുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ വയനാട്ടിൽ നിന്ന് വിജയിച്ച് വന്നത്. അതിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം ഇപ്പം വന്നിട്ടുണ്ടായി. സി പി എമ്മിൻ ബി ജെ പിയുടെ ബി ടീമായി തീരുന്നുവെന്നാണ് സുപ്രഭാതം വിലയിരുത്തിയിരിക്കുന്നത്. അപ്പം സത്യം യഥാർത്ഥത്തിൽ അപ്രിയമായി തീരുകയാണോ? അങ്ങനെയാണ് നമ്മൾ പറയാറുണ്ടല്ലോ, സത്യം പറയണം, പക്ഷെ അപ്രിയമായ സത്യം പറയരുത് എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ വിജയരാഘവൻ ഒരു അപ്രിയമായ സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്, നിസ്സാരക്കാരനൊന്നുമല്ല. അതെ, വിജയരാഘവൻ പല കുഴപ്പങ്ങളും വിളിച്ചു പറയാറുണ്ട്. അതെ, ഇവിടെ അതായിരുന്നു ഈ കുഴപ്പം നമ്മളെ തിരുവനന്തപുരത്ത്. അതെ, വല്ലാത്ത കുഴപ്പം. അതൊരു വലിയ വിവാദമായ വിഷയമാണ്. റോഡിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇനിയും സ്റ്റേജ് കെട്ടും, കാറ് വീണ അവിടെ ഇട്ടിട്ട് ഇറങ്ങി നടന്നു വെക്കോ എന്നൊക്കെയുള്ള മട്ടിലാണ് പുള്ളി സംസാരിച്ചത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സത്യം പറയാറുണ്ട്. ഈ വയനാടത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് മുസ്ലിം വോട്ടിൻ്റെ ബലത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് നിന്ന് വിജയിച്ചത്. അത് സത്യമാണ്. അതിലെന്താ തെറ്റ്, എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുണ്ട്, മുസ്ലിം വോട്ടുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർ വോട്ട് ചെയ്തല്ലേ ജയിപ്പിച്ചത്, അല്ലാതെ അവർ വേറെ ഗിമ്മിക്കൊന്നും കാണിച്ചില്ലല്ലോ. മുസ്ലിം വോട്ട് കൂടുതലായിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും കിട്ടി. അത് അങ്ങനെ കിട്ടി, മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാകുന്നു, അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്ന് വിജയരാഘവൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത് പറഞ്ഞു. ഒരു പക്ഷേ അതിന് രാഷ്ട്രീയമായ മാനങ്ങൾ കാണുമായിരിക്കാം. അത് അവരുടെ തന്ത്രമാണ്, അത് അവരുടെ അടവ് നയമാണ്. അത് എല്ലാ പാർട്ടികളും ചെയ്യാറുണ്ട്. അവർ മാത്രമല്ല, കോൺഗ്രസും ചെയ്യാറുണ്ട്, ബി ജെ പിയും ചെയ്യാറുണ്ട്, മുസ്ലിം ലീഗും ചെയ്യാറുണ്ട്. ഇതൊക്കെ തരാതരം എല്ലാവരും രാഷ്ട്രീയം കളിക്കുന്നവരാണ്. അതിനെതിരെ വലിയ ഭൂകമ്പമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ സി പി എം വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുന്നു. മുസ്ലിം വോട്ട് വളരെ കൂടുതലായിട്ട് ഈ യു ഡി എഫിലേക്ക്, കോൺഗ്രസിലേക്ക് ധ്രുവീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നു. ഒന്നത്. രണ്ട്, അത് മാത്രമായിരുന്നെങ്കിൽ അവർ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേനെ. പക്ഷേ അവരെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഒരു വലിയ പ്രശ്നം വേറൊന്നുണ്ട്. അത് അവരുടെ ഹിന്ദു വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നു. യെസ്, ബി ജെ പിയിലേക്ക് പോകും. അതെ, അതവർ തിരിച്ചറിയുന്നതാണ്. അവരുടെ ഹാലിളകുന്നതിന് ഒരു കാരണം അതാണ്. ഒരു വലിയ തോതിൽ ഭയപ്പെടുന്നു. അതായത് അവരുടെ ഹിന്ദു വോട്ട് ബാങ്ക്, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത്, ഹിന്ദു വോട്ട് ബാങ്കുള്ള പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഈ ബി ജെ പിക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതൊരു സത്യമാണ്. ഇത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതൊരു സത്യമാണ്. ഇതിനെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. സത്യമായിട്ട് പറയണമല്ലോ. ചർച്ച ചെയ്യുമ്പോൾ വിശ്വാസികളായ, അതായത് അമ്പലത്തിൽ പോകുന്ന വിശ്വാസികളായിട്ടുള്ള നിരവധി ഹിന്ദുക്കൾ സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല, സി പി എമ്മിലാണ് അവർ പ്രവർത്തിക്കുന്നത്, പാർട്ടി അംഗങ്ങളാണ്. അതുകൊണ്ടല്ലേ അവരിപ്പോൾ അമ്പല കമ്മിറ്റികളിലൊക്കെ നുഴഞ്ഞു കയറുന്നത്, അമ്പല കമ്മിറ്റികൾ, ഭരണസമിതികൾ പിടിക്കുന്നത്. ദേവസ്വം ബോർഡ് ഏറ്റവും കൂടുതൽ ദേവസ്വം ക്ഷേത്രങ്ങൾക്കകത്ത് ഭരണസമിതികളിൽ അവരാണുള്ളത്. ഞാൻ ഈശ്വര വിശ്വാസിയാണ്, കമ്മ്യൂണിസ്റ്റുമാണ് എന്ന് പറയുന്ന നിരവധി സഖാക്കളും. അതെ, എന്താ അതിൽ തെറ്റ്? ഇപ്പോൾ പാർട്ടി പറയും അത് ഗണപതി ഹോമം നടത്തണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണ്ട, ആചാരങ്ങളൊന്നും പിന്തുടരേണ്ട എന്നൊക്കെ പാർട്ടി ചിലപ്പം അവിടെ ഇരുന്ന് ഏറ്റവും മേളിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷെ താഴെത്തട്ടിൽ അതനുസരിക്കാൻ അണികളെ കിട്ടത്തില്ല. അത് വേറെ കാര്യം. അവർക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെയാണ് വലുത്. അങ്ങനെ അത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അനുഭവം കേരളത്തിലും ഉണ്ടാകുമെന്ന് പാർട്ടിക്കറിയാം, താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കറിയാം. വിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ കൈവിട്ടുകൊണ്ടുള്ള കളി നല്ലതല്ല എന്ന്. അവരതിനൊന്നും നിൽക്കില്ല. ഇത് നേതൃത്വത്തിനും അറിയാം. അപ്പോൾ ഇപ്പോൾ പക്ഷേ നേതൃത്വം ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട്, ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് വലിയ തോതിൽ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരെ ആഴത്തിൽ വേട്ടയാടുന്നത്
ആ വോട്ട് BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പാർട്ടി സമ്മേളനത്തിൽ, ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ട് ആ വാർത്ത അറിഞ്ഞല്ലോ. MA ബേബി അവിടെ പ്രസംഗിച്ചത് എന്താണെന്ന് കേട്ടല്ലോ. അത് BJPക്കെതിരെയാണ് പറഞ്ഞത്. കാരണം എന്താ, ഈ വോട്ട് ഇതെങ്ങനെ, നമ്മുടെ വോട്ട് എങ്ങനെ BJPയിലേക്ക് പോയി, വർഗീയ ശക്തികൾ വളരുന്നു എന്നൊക്കെയാണ് ബേബി പറഞ്ഞത്. അത് ബേബി ആ അപകടം തിരിച്ചറിഞ്ഞു. പക്ഷേ അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് പറയാൻ ബേബിക്കും സാധിച്ചില്ല. ഈ പറയുന്ന ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട്, ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വോട്ട് BJPക്ക് കൂടുതലായിട്ട് കിട്ടുന്നു. സവർണ വോട്ടും, അവരുടെ ദൃഷ്ടിയിൽ സവർണ വോട്ടും BJPക്ക് കൂടുതലായിട്ട് കിട്ടുന്നു. ഇത് തടയാൻ, ഇത് തിരിച്ചു പിടിക്കാൻ എന്തുണ്ട് മാർഗം? എന്തുകൊണ്ട് ഈ വോട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു? ഇതിനൊന്നും ബേബിക്ക് മറുപടിയില്ല. അല്ലെങ്കിൽ ബേബി ഭയപ്പെട്ട് മിണ്ടാതിരിക്കുകയാണ്. മറുപടി പറയാനുള്ള കരുത്ത് ബേബിക്കില്ല. ഇവിടെ ഇപ്പോൾ വിജയരാഘവൻ ഇത് പറഞ്ഞു. സത്യത്തിൽ ഗൗതമേ, നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഉത്തരം പറയണം. ഇത് വാസ്തവത്തിൽ വിജയരാഘവൻ സ്വന്തം അഭിപ്രായം പറഞ്ഞതാണോ? വിജയരാഘവനെ പിന്തുണച്ച് പാർട്ടിക്കാരെല്ലാം വന്നു. PK ശ്രീമതി വന്നു. ടീച്ചർ ഇപ്പൊ പറയുന്നത് പാർട്ടി നിലപാട് തന്നെയാണെന്നാ പറയുന്നത്. ഹിന്ദു വർഗീയതയായാലും മുസ്ലിം വർഗീയതയായാലും അതിനെതിരായ നിലപാടാണ് CPM സ്വീകരിക്കുക. എൻ്റെ അർത്ഥം എന്താ? നമ്മൾ ലൈൻ മാറ്റുന്നു എന്ന് തന്നെയല്ലേ? മാത്രമല്ല വിജയരാഘവനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇത് സത്യത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിക്കടി ഇപ്പോ ജയരാജന്റെ പുസ്തകം വന്നു. എന്തിനെ കുറിച്ചാ പുസ്തകം? പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ്. P. മോഹനന്റെ നിലപാട് വന്നു മെക്സവനെ പറ്റിയിട്ട്. പിന്നീട് അങ്ങനെ നിരവധി നേതാക്കൾ. അതിനിടയ്ക്ക് ഒരു വരി പറയാൻ വിട്ടുപോയി. മെക്സവനെ കുറിച്ച് മാത്രമല്ല, പുള്ളി എന്താ പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണം വന്ന ഈ നാട്ടിൽ നിന്ന് ആദ്യം ഓടേണ്ടി വരിക ഹിന്ദുക്കളാണെന്നാ പറഞ്ഞത്. മാത്രമല്ല, ഈ വിജയരാഘവനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പം P. ജയരാജനും വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് ശരി, നല്ല കാര്യമാണ്. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. യാതൊരു തിരുത്തിന്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ എൻ്റെ നോട്ടത്തിൽ വിജയരാഘവൻ പറഞ്ഞത് വിജയരാഘവൻ്റെ മാത്രം അഭിപ്രായമല്ല, പാർട്ടി നിലപാട് മാത്രമല്ല. വരികൾക്കിടയിൽ വായിക്കേണ്ട ഒരു സംഗതി കൂടി അതിനകത്തുണ്ട്. അത് പിണറായി വിജയൻ്റെ നിലപാട് കൂടിയാണ്. പിണറായി വിജയൻ പറയേണ്ട ഒരു കാര്യം പിണറായി വിജയൻ വിജയരാഘവൻ്റെ നാക്ക് വാടകയ്ക്കെടുത്ത് ആ നാക്കുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സത്യം. അല്ലാതെ കൃത്യമായിട്ടും പാർട്ടി അവരുടെ ലൈൻ മാറ്റിയിരിക്കുന്നു, എന്താ പറയണ്ട, അല്ലാതെ സുഖിപ്പിക്കലൊന്നുമല്ല. അവർക്ക് അപകടം മനസ്സിലായി. ഈ അമിതമായ മുസ്ലിം പ്രീണനം പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്, പ്രതിസന്ധിയിലാണ് എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. A to Z, അങ്ങ് ജനറൽ സെക്രട്ടറി മുതൽ പോളിറ്റ് ബ്യൂറോ മുതൽ ഇങ്ങ് താഴെ അറ്റത്ത് ഒരു ബ്രാഞ്ച് കമ്മിറ്റി വരെ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പറയും. ഇപ്പോൾ സമസ്ത പറയുന്നത് ഇത് ഇസ്ലാമോഫോബിക് ആണെന്നാണ്. അയ്യോ, നമ്മളെ പറഞ്ഞേ അപ്പൊ തന്നെ ഇസ്ലാമോഫോബിക്കായി. എന്തൊരു കഷ്ടമാണ്. അല്ല, സമസ്തയ്ക്ക് സമസ്തയുടേതായ രാഷ്ട്രീയമുണ്ട്. സമസ്ത ഒരു ലീഗ് അനുകൂലി ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ അവർ ലീഗ് അല്ലെങ്കിൽ UDF ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തൊക്കെ അവർ LDFനെ പിന്തുണയ്ക്കും. അങ്ങനൊരു കാര്യമുണ്ട് അതിനകത്ത്. ഒരു സമസ്തയിലെ ഒരു വിഭാഗം CPMനോടൊപ്പം പോകണമെന്ന് ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. പത്രത്തിൽ EMS നമ്പൂരിപ്പാടിന്റെ കാലം തൊട്ടുള്ള മുസ്ലിം വിരുദ്ധതയെ കുറിച്ച് എണ്ണിയിട്ടൊക്കെയാണ് പറയുന്നത്. ഒരു വിഷയത്തിലൊരു നിലപാട് പറയണ്ടേ? ശരീഅത്ത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയണ്ടേ? അതിനൊരു നിലപാട് വേണ്ടേ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPMന്റെ നിലപാട് പറഞ്ഞു. എന്താ അതിൽ തെറ്റ്? ശരീഅത്തിനെ എതിർക്കുന്നു, ഇതിവിടെ വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇത് വേണം എന്ന് ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുള്ളതുപോലെ അത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം CPMനുണ്ട്. എന്താ അതിൽ തെറ്റ്? ഇതിൽ വളരെ സിമ്പിളാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയൊരു ശക്തിയായി ഉയരും എന്നുള്ള ഭയം CPMനുണ്ട്. അതും മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചാണ് വളരാൻ ശ്രമിക്കുന്നത് എന്ന ഭയം ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ ഹിന്ദുക്കളെ പിടിക്കുക. അതെ, അവർ ഭയപ്പെടുന്നത് വളരെ കൃത്യമാണ്. അതായത് മുസ്ലിം വോട്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വലിയ തോതിൽ തിരിച്ച് UDFിലേക്ക് പോയിരിക്കുകയാണ്. UDF അത് കാരണം ഈ തുടർഭരണം വലിയ തോതിൽ അവരെ മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട്. ഭരണത്തിനോട് ആദ്യത്തെ ടേമിൽ ഇല്ലാതിരുന്ന ഒരു വെറുപ്പും അകൽച്ചയും എതിർപ്പും ഒക്കെ ഇന്ന് നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതൊരു സത്യമാണ്, നിഷേധിക്കാൻ പറ്റില്ല. CPM അതില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇനി എന്തൊക്കെ ഏച്ച് കെട്ടി പറഞ്ഞാലും ഇതൊരു സത്യമാണ്. സഖാക്കളെ, ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതൊരു സത്യം. രണ്ടാമത്തെ കാര്യം, വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ
ഈ മുസ്ലിം വോട്ട് UDFിലേക്ക് മടങ്ങിയിരിക്കുന്നു. അപ്പോൾ മുസ്ലിം വോട്ട് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടം നികത്താൻ പകരം ഇവർ ശ്രമിച്ചു നോക്കുമ്പോൾ സംഭവിച്ച അപകടം അവർ തിരിച്ചറിയുന്നത് വലിയ തോതിൽ ഹിന്ദു വോട്ടും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പോയിരിക്കുന്നത് UDFിലേക്കല്ല BJPയിലേക്കാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പാർട്ടി ലൈൻ മാറ്റിയത്. അല്ലേ? തീർച്ചയായിട്ടും വളരെ സിമ്പിളാണ്. ചെറിയ യുക്തി, ലളിതമായ യുക്തി അപ്ലൈ ചെയ്താൽ മനസ്സിലാവും ഈ കാര്യം. പാർട്ടിക്ക് അതുകൊണ്ട് അവിടെ തെറ്റൊന്നും പറ്റി എന്ന് പറയണ്ട. സമസ്തയ്ക്ക് മുഖപത്രത്തിൽ എഴുതാം, ലേഖനമൊക്കെ എഴുതാം, അല്ലെങ്കിൽ എഡിറ്റോറിയൽ എഴുതാം, വിമർശിക്കാം. EMS തൊട്ട് ഇപ്പോൾ MV ഗോവിന്ദൻ വരെയുള്ളവരെ, വിജയരാഘവൻ വരെയുള്ളവരെ വിമർശിക്കാം. അതൊക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെയൊന്നും നമ്മളാരും നിരാകരിക്കുന്നില്ല. പക്ഷേ സത്യം ഇതാണ്, CPM അവരുടെ അടവ് നയം മാറ്റിയിരിക്കുന്നു, പുതിയ അടവ് നയം സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് എനിക്കത് ഈ കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ CPMന് കഴിയട്ടെ. നല്ലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അതും കൂടിയാണ്. പക്ഷെ വർഗരാഷ്ട്രീയം ലോകത്തുനിന്ന് തന്നെ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു എന്ന് പറയാം. പല രാജ്യങ്ങളിലും ഇന്നില്ല. ചില അവിടെ ഇവിടെ, ഇന്ത്യയിൽ തന്നെ എവിടെ ഉണ്ട് വർഗരാഷ്ട്രീയം വലിയ തോതിൽ സ്വത്വ രാഷ്ട്രീയത്തിന് വഴിമാറിയിരിക്കുകയാണ്. അപ്പോൾ ജാതി, മതം, പ്രദേശം, ഭാഷ, ലിംഗം ഇങ്ങനെയൊക്കെ ഉള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി രാഷ്ട്രീയം പോകുന്നത്. അപ്പോൾ അതൊരു മുതലാളിത്തം, ഒരു വലതുപക്ഷ വ്യതിയാനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി കുറേ കാലം അതായിരിക്കും. ഇടതും വേണം, വലതും വേണം. അതൊക്കെ നമുക്ക് എന്താ പറയുക, പക്ഷപാതരഹിതമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും പറയാം. ഇപ്പോൾ രണ്ടും നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണെന്നൊക്കെ നമുക്ക് ചർച്ചകളിൽ സംസാരിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വലത് വ്യതിയാനം സംഭവിച്ചിരിക്കുകയാണ്. അത് അത്ര എളുപ്പത്തിലൊന്നും മടങ്ങി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാലം കുറച്ചെടുക്കും, മാറ്റമുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ വലത് വ്യതിയാനത്തിൽ CPM ഗിയർ ചേഞ്ച് ചെയ്തു. അവർ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റി, കുറച്ചും കൂടി ബാലൻസിങ്, കുറച്ചുകൂടെ കുറേ കൂടെ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അവർ മാറി. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ വലിയ വർഗീയ പ്രശ്നമൊന്നും ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.